The following proposition deals with the matrix of the identity operator when we use two different bases. Note that the kth column of M of I, comma u1, comma etc. un, comma v1, comma etc. vn consists of the scalars needed to write uk as a linear combination of the v's. As an example of the proposition below, consider the bases 4253 and 1001 of F2 obviously. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിനെ അത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു വെക്ടർ സ്പേസിൽ നിന്ന് അതിലേക്ക് തന്നെ ഓപ്പറേറ്റർ ആയ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിത്ത് റെസ്പെക്റ്റ് ടു ബേസിസിലുള്ള അതിൻ്റെ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ പ്രൊപ്പോസിഷനിലേക്ക് പോവുകയാണ്. അവിടെ നോക്കിക്കേ 4253 1001 ഈ രണ്ട് ബേസസ് വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 42ൻ്റെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 തന്നെയാണല്ലോ ഐഡൻറ്റിറ്റിയിൽ, 53യുടെ 53 തന്നെയാണ്. എന്നിട്ട് ഈ 42നെ പിന്നെ മറ്റേ ബേസിസിൻ്റെ ടേംസിൽ എഴുതും. അപ്പം 1001 ആയിട്ട് എളുപ്പമാണ്. 4 × 10 പ്ലസ് 2 × 01 എന്ന് കിട്ടും. അടുത്ത 53യുടേതോ 5 × 10 പ്ലസ് 3 × 01 എന്ന് കിട്ടും. എന്നിട്ട് ഈ കിട്ടിയ സ്കെയിലറുകളെ ഫസ്റ്റ് കോളത്തിൽ എഴുതുന്ന 42ൻ്റെത്, സെക്കൻഡ് കോളത്തിൽ എഴുതുന്ന 53ൻ്റെത്, അത് കോളമായിട്ട് താഴോട്ട് എഴുതുന്നു. ദ ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് എബോ ഈസ്, അപ്പം തൊട്ട് മുകളിൽ എഴുതിയിരിക്കുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ മെട്രിക്സിൻ്റെ. അങ്ങനെ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 3/2 - 5/2 - 1 2 എന്ന് കിട്ടും. ആസ് യു ഷുഡ് വെരിഫൈ. ദസ് ദ പ്രൊപ്പോസിഷൻ ബിലോ ഇംപ്ലൈസ് ദാറ്റ്. അപ്പോൾ നമ്മൾ പ്രൊപ്പോസിഷനിലൂടെ, അതായത് നമ്മൾക്ക് ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് വെച്ചിട്ട് നമ്മൾ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ എം ഓഫ് ഐ വിത്ത് റെസ്പെക്ട് ടു തിരിച്ചെടുക്കുകയാണ്. 1001 വിത്ത് റെസ്പെക്ട് ടു നമ്മൾ എടുത്ത ഓർഡർ തിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, കണ്ടുപിടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതാണ് പ്രൊപ്പോസിഷൻ 10.2 എന്ന് പറയുന്നത്. പഠിക്കാം. പ്രൊപ്പോസിഷൻ 10.2. If u1, etc. un and v1, etc. vn are bases of v, then m of I with respect to u1, etc. un, v1, etc. vn is invertible, and m of I with respect to u1, etc. un, v1, etc. vn the whole inverse equal to m of I with respect to v1, etc. vn, u1, etc. un. അപ്പോൾ നമ്മൾ പഠിച്ച എന്താണ് ഈ ഇപ്പം കണ്ട കാര്യം അതൊരു റിസൾട്ടായിട്ട് തന്നെ നമുക്കുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു മെട്രിക്സിന് മാത്രമല്ല, ഇതിന് മാത്രം സംഭവിച്ചതല്ല, ഈ ഒരു ബേസിന് മാത്രം സംഭവിച്ചതല്ല, ശരിക്കും ഇങ്ങനെ തന്നെയാണ്. വിത്ത് റെസ്പെക്റ്റ് നമ്മൾ രണ്ട് ബേസിൽ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ തിരിച്ചുള്ളതായിരിക്കും. ഇൻ 10.1 റീപ്ലേസ് യു ആൻഡ് ഡബ്ല്യു വിത്ത് വി. ഓക്കെ, 10.1-നകത്ത് നമ്മൾ യു ആൻഡ് ഡബ്ല്യുവിന് പകരം വി കൊടുക്കുന്നു. റീപ്ലേസ് WJ വിത്ത് UJ ആൻഡ് അതായത് നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ പറഞ്ഞായിരുന്നല്ലോ, എം ഓഫ് എസ് ടി വിത്ത് റെസ്പെക്ട് ടു UIs ആൻഡ് WIs ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ യുവിനും ഡബ്ല്യുവിനും പകരം വി, ഒറ്റ വെക്ടർ സ്പേസേ ഉള്ളൂ ഇവിടെ വി. WJക്ക് പകരം UJ കൊടുക്കുന്നു. എസിനും ടിക്കും പകരം ഇവിടെ ഒറ്റ ഒരു ഓപ്പറേറ്ററേ ഉള്ളൂ ഐ കൊടുത്തു കഴിയുമ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണിത്. I is equal to m of I, v1, etc. vn, u1, etc. un into m of I, u1, etc. un, v1, etc. vn. Now it interchange the roles of the u's and v's getting. അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തിൽ കിട്ടിയിരിക്കുന്നതിനകത്തിൽ യുവിൻ്റെയും വിൻ്റെയും റോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യം ഐസിക്കൽ എം ഓഫ് ഐ വിത്ത് റെസ്പെക്ട് ടു u1, etc. un, v1, etc. അതായത് രണ്ട് ബേസിസ് ആണ്. അതിൻ്റെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. അപ്പോൾ യുവിനും വി ഇൻ്റർചേഞ്ച്, അതായത് റോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഐസിക്കൽ എം ഓഫ് ഐ വിത്ത് റെസ്പെക്ട് ടു u1, etc. un, v1, etc. vn into m of I with respect to v1, etc. vn, u1, etc. un. These two equations give the desired result. Okay. അപ്പോൾ നമുക്ക് m of I with respect to u1, etc. un
അത് കണ്ടല്ലോ, അത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഐ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൻ്റെ ഇൻവേഴ്സ് ആണ്. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതും. നൗ വി ക്യാൻ സീ ഹൗ ദ മെട്രിക്സ് ഓഫ് ടി ചേഞ്ചസ് വെൻ വി ചേഞ്ച് ബേസിസ്. അപ്പോൾ ഇതിനകത്ത് മെട്രിക്സ് ടിയുടെ മെട്രിക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ മെട്രിക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് തിയറത്തിനകത്ത് പറയുന്നത്. തിയറം 10.3. സപ്പോസ് ടി ബിലോങ്സ് ടു എൽ ഓഫ് വി, ലെറ്റ് u1, etc. un and v1, etc. vn be basis of v. ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. യുകളും വികളും ചേരുന്ന, അതായത് യു ഐസിൻ്റെയും വി ഐസിൻ്റെയും ഒരു ബേസിസ് എടുക്കുന്നു. u1, etc. un and v1, etc. vn be basis of v. Let capital I is equal to m of I with respect to u1, etc. un, v1, etc. vn. Then m of t with respect to u1, etc. un is equal to a inverse into m of t with respect to v1, etc. vn into a. ഓക്കെ, അപ്പോൾ ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട് ഓൺ വി. ലെറ്റ് u1, etc. un and v1, etc. vn രണ്ട് ബേസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എം ഓഫ് ഐ വിത്ത് റെസ്പെക്ട് ടു u1 and u ഐസ് ആൻഡ് വി ഐസ് ആണെങ്കിൽ ദെൻ എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു u1, etc. un എന്ന് പറയുന്നത് എ ഇൻവേഴ്സ്, എ എന്താണെന്ന് മോൾ പറഞ്ഞിട്ടുണ്ട്, എ ഇൻവേഴ്സ് ഇൻറ്റു എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു v1, etc. vn ഇൻറ്റു എ ആയിരിക്കും. പ്രൂഫിലേക്ക് പോവാം. 10.1 നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഇക്വേഷൻ, നേരത്തെ പറഞ്ഞ ഇക്വേഷനാണ്. അത് റെഫർ ചെയ്യണം ഇത് പഠിക്കുമ്പോൾ. In 10.1, replace u and w with v, replace wj with vj, replace t with I and replace s and t, getting. അപ്പോൾ അതിനകത്തിൽ ചില മാറ്റങ്ങൾ, ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമുക്ക് യുവിനും ഡബ്ല്യുവിനും പകരം വി ആ കൊടുക്കേണ്ടത്. അപ്പോൾ ഡബ്ല്യു വരുന്ന സ്ഥാനത്തെല്ലാം വി ഐകൾ കൊടുത്തു, ഡബ്ല്യു ജെക്ക് പകരം വി ജെ കൊടുത്തു, ടിക്ക് പകരം ഐ കൊടുക്കുന്നു, റീപ്ലേസ് എസ് വിത്ത് ടി, എസിന് പകരം ടി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു u1, etc. un, v1, etc. vn ഈസ് ഈക്വൽ ടു എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു v1, etc. vn ഇൻറ്റു എ എന്ന് എഴുതാൻ പറ്റും. എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടും. ഈ പറഞ്ഞ മാറ്റങ്ങൾ അത് വരുത്തുമ്പോഴാണ് കിട്ടുന്നത്. എഗെയിൻ യൂസ് 10.1. ദിസ് ടൈം റീപ്ലേസിങ് u1 w വിത്ത് v കൊടുക്കുന്നു, ഡബ്ല്യു ജെക്ക് പകരം യു ജെ കൊടുക്കുന്നു, എസിന് പകരം ഐ കൊടുക്കുന്നു. ഗെറ്റിംഗ് എം ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു u1, etc. un is equal to a inverse into m of t with respect to ui's and vi's. Where we have used 10.2, substituting 10.5 into the equation above gives 10.4, completing the proof. Okay. അടുത്തതാണ് trace. Let's examine the characteristic polynomial more closely than we did in the last two chapters. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ട്രേസ് പഠിക്കണമെങ്കിൽ അത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. If V is an n-dimensional complex vector space and T belongs to L of V, then the characteristic polynomial of T equals. അപ്പോൾ V എന്ന് പറയുന്ന ഒരു n-dimensional complex space ആണ്, T എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ V ആണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് T എന്ന് പറയുന്നത് z മൈനസ് ലാംഡ 1 ഇൻറ്റു n, z മൈനസ് ലാംഡ 2 ഇൻറ്റു എക്സെട്ര z മൈനസ് ലാംഡ n ആണ്. Where lambda 1, etc. lambda n are the eigenvalues of T. Okay, ലാംഡകൾ എന്ന് പറയുന്ന ഐഗൻ വാല്യൂസ് ഓഫ് ടി ആണ്, റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, ലാംഡകൾ ഐഗൻ വാല്യൂസ് ആണ്, റെപ്പറ്റീഷൻസും ഇതിനകത്തിൽ വന്നിട്ടുണ്ട്. എക്സ്പാൻഡിങ് ദി പോളിനോമിയൽ അബോവ് വി ക്യാൻ റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി ഇൻ ദി ഫോം. അപ്പം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഇങ്ങനെ എഴുതുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചത് z മൈനസ് ലാംഡ 1 ഇൻറ്റു z മൈനസ് ലാംഡ n. അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്, അതിനകത്തിൽ റിപ്പീറ്റ് ചെയ്തതും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡിഗ്രി പോളിനോമിയലാണ് നമുക്ക് കിട്ടുന്നത്? z റേസ് ടു n മൈനസ് ഫസ്റ്റ് ടൈം ലാംഡ 1 പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ n ഇൻറ്റു z റേസ് ടു n മൈനസ് 1. നിങ്ങളൊന്ന് ഒരു സാമ്പിൾ എടുത്ത് നോക്കിയാൽ, അതായത് z മൈനസ് ലാംഡ 1 ഇൻറ്റു z മൈനസ് ലാംഡ 2 ഇൻറ്റു z മൈനസ് ലാംഡ 3 ഒരു 3 ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഇതേ രീതിയിൽ കിട്ടും. അപ്പോൾ ഇത് കിട്ടുന്ന സംശയം ഉള്ളവർ ഈ പറഞ്ഞ രീതിയിൽ ചെക്ക് ചെയ്ത് ഒരെണ്ണം ഒരു സാമ്പിൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ബൈ z മൈനസ് z റേസ് ടു n മൈനസ് ഓഫ് ലാംഡ 1 പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ n ഇൻറ്റു z റേസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മൈനസ് 1 റേസ് ടു n ഇൻറ്റു ലാംഡ 1 ഇൻറ്റു എക്സെട്ര ലാംഡ n.
If V is an n-dimensional real vector space and T belongs to L of V, then the characteristic polynomial of T equals V എന്ന് പറയുന്ന ഒരു n-dimensional റിയൽ വെക്റ്റർ സ്പേസ് ആണ്, T എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ വിയും ആണെങ്കിൽ then the characteristic polynomial of T എന്ന് പറയുന്നത് x minus lambda 1 into etc. into x minus lambda m into x square plus alpha 1 x plus beta 1 into etc. x square plus alpha m x plus beta m. അപ്പോൾ റിയൽ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ നമുക്കിതേപോലെ എക്സ് മൈനസ് ലാംഡ 1 ഇൻറ്റു അങ്ങനെ എല്ലാം നമുക്ക് ഇപ്പോൾ കോംപ്ലക്സ് വെക്റ്റർ സ്പേസിനകത്തിനാണെങ്കിൽ ഈ ലാംഡായികളൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനകത്ത് അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് എക്സ് മൈനസ് ഫാക്ടറായിട്ട് നമുക്ക് കൊടുക്കാം. സെഡ് മൈനസ് ലാംഡ 1 സെഡ് മൈനസ് ലാംഡ 2 കോംപ്ലക്സ് ആയാലും. പക്ഷേ റിയൽ വെക്റ്റർ സ്പേസിലാകുമ്പോൾ നമുക്ക് റിയൽ നമ്പേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ ഈ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ലാംഡ 1 മുതൽ ലാംഡ m വരെയുള്ളതെല്ലാം റിയൽ ആയിരിക്കും. ബാക്കിയുള്ള കോംപ്ലക്സിന് വേണ്ടിയിട്ടുള്ളതാണ് ക്വാഡ്രാറ്റിക് ഫാക്ടറുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പർ ഇപ്പോൾ a പ്ലസ് ib എന്ന് പറയുന്ന ഒരു ഐഗൻ വാല്യൂ ഉണ്ടെങ്കിൽ a മൈനസ് ib എന്ന് പറയുന്നതും അതിൻ്റെ ഐഗൻ വാല്യൂ ആയിരിക്കും. അപ്പം എക്സ് മൈനസ് ഓഫ് a പ്ലസ് ibയും എക്സ് മൈനസ് ഓഫ് എ മൈനസ് ഐ ബിയും ഫാക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് ഒന്ന് ഇപ്പോൾ എക്സ് മൈനസ് ഓഫ് എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ എന്താ എക്സ് മൈനസ് എ പ്ലസ് ഐ ബി, എക്സ് മൈനസ് ഓഫ് എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ പ്ലസ് ആദ്യം പറഞ്ഞത് എക്സ് മൈനസ് ഓഫ് എ പ്ലസ് ഐ ബി, അപ്പോൾ എക്സ് മൈനസ് എ മൈനസ് ഐ ബി. രണ്ടാമത് പറഞ്ഞാൽ എക്സ് മൈനസ് ഓഫ് എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ പ്ലസ് ഐ ബി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമുല വെച്ച് നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഫാക്ടർ കിട്ടുന്നതാണ് ഈ എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ 1 എക്സ് പ്ലസ് ബീറ്റ 1. അങ്ങനെ പോയി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ എം എക്സ് പ്ലസ് ബീറ്റ എം വേർ ലാംഡ 1 എക്സെട്ര ലാംഡ എം are the eigenvalues of T and alpha 1 beta 1 etc. alpha m beta m are the eigen pairs of T, each repeated according to multiplicity. Expanding the polynomial above, we can write the characteristic polynomial of T in the form. അപ്പോൾ ലാംഡ 1 എക്സെട്ര ലാംഡ എം ആർ ദി ഐഗൻ വാല്യൂസ് ഓഫ് ടി ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആൽഫ 1 ബീറ്റ 1 എക്സെട്ര ആൽഫ എം ബീറ്റ എം അതിനെ ഐഗൻ പെയേഴ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇങ്ങനൊരു ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തിൽ രണ്ടാമത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആൽഫ 1 പിന്നെ കോൺസ്റ്റൻറ്റ് ബീറ്റ 1, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഐഗൻ പെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈച്ച് റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. ഓക്കെ, അപ്പം മൾട്ടിപ്ലിസിറ്റിക്ക് അനുസരിച്ച് അത് റിപ്പീറ്റും ചെയ്ത് വരുന്നുണ്ട്, അതെല്ലാം എടുക്കുന്നുണ്ട്. എക്സ്പാൻഡിങ് ദി പോളിനോമിയൽ എബോ, വി ക്യാൻ റൈറ്റ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി ഇൻ ദി ഫോം. അപ്പോൾ ഈ പോളിനോമിയൽ മൊത്തത്തിൽ നമ്മളങ്ങ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയോ? എക്സ് റേസ് ടു എൻ മൈനസ് ഓഫ് ലാംഡ 1 പ്ലസ് എക്സെട്ര പ്ലസ് ലാംഡ എം മൈനസ് ഓഫ് മൈനസ് ആൽഫ 1 മൈനസ് എക്സെട്ര മൈനസ് ആൽഫ എം ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ അത് നോക്കിയാൽ മതി, ഇതിനകത്ത് നമുക്ക് എക്സ് റേസ് ടു എൻ മൈനസ് 1 കിട്ടുന്ന ഏതൊക്കെ ഉണ്ടാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആദ്യത്തെ ഈ എക്സുകളെല്ലാം കൂടെ ചേരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതായത് എണ്ണം ഉണ്ടാവും. കാരണം ഓരോ ഫാക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ എക്സ് ഉണ്ട്. പിന്നെ ഈ കോംപ്ലക്സിൽ പെയറായിട്ട് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് സ്ക്വയർ ഉണ്ട്. മൊത്തത്തിൽ നമുക്ക് എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എക്സ് റേസ് ടു എൻ വരും. പിന്നെ നമ്മൾ എക്സ് റേസ് ടു എൻ മൈനസ് 1 കിട്ടുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. എക്സ് റേസ് ടു എൻ മൈനസ് ഓഫ് ലാംഡ 1. അപ്പോൾ ഇതും ഇതേപോലെ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു 1-2 ഫാക്ടേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് മൈനസ് ലാംഡ 1 ഇൻറ്റു എക്സ് മൈനസ് ലാംഡ 2 രണ്ടെണ്ണം എടുക്കുക. പിന്നെ അതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ 1 എക്സ് പ്ലസ് ബീറ്റ 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ 2 എക്സ് പ്ലസ് ബീറ്റ 2 എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോമിലായിരിക്കും അത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് റേസ് ടു എൻ മൈനസ് ഓഫ് ആൽഫ 1 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എം മൈനസ് ആൽഫ 1 മൈനസ് എക്സെട്ര മൈനസ് ആൽഫ എം ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ്
-1 raised to m into lambda 1 into etc. lambda m into etc. beta 1 into etc. beta m. In this section, we will study the coefficient of z raised to n minus 1, usually denoted x raised to n minus 1. In this section, we will study the coefficient of z raised to n minus 1, usually denoted x raised to n minus 1 when we are dealing with the real vector space in the characteristic polynomial. അപ്പോൾ ഇതിനകത്തുള്ള നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള സ്പേസ് ആണെങ്കിൽ z raised to n minus 1ൻ്റെ കോഎഫിഷ്യൻറ്റും റിയൽ ആയിട്ടുള്ള സ്പേസ് ആണ് x raised to n minus 1ൻ്റെ കോഎഫിഷ്യൻറ്റും നോക്കുക. In this section, we will study the constant term in the characteristic polynomial. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രാധാന്യം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ശേഷം നമ്മൾ കോൺസ്റ്റൻറ്റിൻ്റെ ഇതും പഠിക്കും. അതിന് ഈ രണ്ടെണ്ണത്തിനും ട്രേസുമായിട്ടും ഡിറ്റർമിനൻറ്റുമായിട്ടും ബന്ധമുണ്ട്. For t belongs to L of E, the negative of the coefficient of z raised to n minus 1. അപ്പോൾ കോഎഫിഷ്യൻ്റ് അല്ല, നെഗറ്റീവ് ഓഫ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് z raised to n minus 1. അപ്പോൾ റിയൽ ആണ് x raised to n minus 1. ഇൻ ദി characteristic polynomial of t, അതിനെയാണ് trace of t denoted by trace t. If we say complex vector space, then 10.6 shows that trace t equals the sum of the eigenvalues of t, counting multiplicity. അപ്പം നമ്മുടെ 10.6 ഓക്കെ. അപ്പോൾ ഈ 10.6 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. z raised to n minus 1ൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എന്താണ്? നമുക്ക് ഐഗൻ വാല്യൂസിൻ്റെ സമ്മാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, ഇഫ് വി ഈസ് എ റിയൽ വെക്റ്റർ സ്പേസ്, ദെൻ 10.7 ഷോസ് ദാറ്റ് trace t equals the sum of the eigenvalues of t minus the sum of the first coordinates of the eigenpairs of t, each repeated according to multiplicity. അപ്പം കോംപ്ലക്സിനകത്താണെങ്കിൽ സം ഓഫ് ദി ഐഗൻ വാല്യൂസ് വന്നിട്ടുണ്ട്. 10.7 എന്ന് പറഞ്ഞാൽ റിയൽ വെക്റ്റർ സ്പേസ് ആണ്. ആ കേസിൽ നമുക്ക് എങ്ങനെ വന്നിരിക്കുന്നത് നോക്കൂ. x raised to n minus 1ൻ്റെ കോഎഫിഷ്യൻ്റാണ് നോക്കേണ്ടത്. സം ഓഫ് ദി ഐഗൻ വാല്യൂസ് മൈനസ് ആൽഫ ഐഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഐഗൻ പെയറിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെത് കിട്ടുന്നത്, ട്രേസ് കിട്ടുന്നത്, കോഎഫിഷ്യൻ്റ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് t belongs to L of C3 is the operator whose matrix is. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് L of C3ക്കകത്തുനിന്ന് ഒരു ഓപ്പറേറ്റർ എടുക്കുന്നു. അതിൻ്റെ മെട്രിക്സ് ഇതാണ് 3 -1 -2 3 2 -3 1 2 0. Then the eigenvalues of t are 1 2 plus I 2 minus 3i, each with multiplicity 1, as you can verify. Okay. ഈ ഒരു ഫോർ എക്സാമ്പിൾ സപ്പോസ് t belongs to L of C3 എന്ന് പറയുന്നൊരു ഓപ്പറേറ്റർ ഉണ്ട്. അതിൻ്റെ മെട്രിക്സ് ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 2 plus 3i 2 minus 3 കണ്ടല്ലോ. പെയറായിട്ട് വന്ന് കണ്ടില്ല, നമ്മൾ പഠിച്ചാണ്. പെയറായിട്ട് വരുമെന്ന്, കോംപ്ലക്സ് നമ്പേഴ്സ് പെയറായിട്ട് വരുമെന്ന് പഠിച്ചതുമാണ്. ഫീച്ച് വിത്ത് മൾട്ടിപ്ലിസിറ്റി 1, ഓരോന്നിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണല്ലോ, റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ 3 ഐഗൻ വാല്യൂസേ വരത്തുള്ളൂ, കാരണം സ്പേസിൻ്റെ ഡയമെൻഷൻ 3 ആണ്. കമ്പ്യൂട്ടിങ് ദ സം ഓഫ് ദി ഐഗൻ വാല്യൂസ്, വി ഹാവ് ട്രേസ് ടി ഈസ് ഈക്വൽ ടു 1 പ്ലസ്. അപ്പം ട്രേസ് ടി നോക്കുക, സം ഓഫ് ദി ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 5. ഇൻ അതർ വേർഡ്സ് ട്രേസ് ടി ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഈ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയഗണലിനകത്തിൽ വരുന്ന സംഖ്യകളുടെ സമ്മും 5 തന്നെയാണ്. ആസ് അനദർ എക്സാമ്പിൾ, സപ്പോസ് t belongs to L of R3 is the operator whose matrix is also given by 10.8. Note that in the previous paragraph we were working on a complex vector space. Now we are working on a real vector space. Then 1 is the only eigenvalue of t. അപ്പോൾ ഇവിടെ തൊട്ടും ഇനി നമ്മൾ t എന്ന് പറയുന്ന L of R3യിലെ ഒരു ഓപ്പറേറ്ററായിട്ട് കാണുന്നു. അതിൻ്റെ മെട്രിക്സ് സെയിം 10.8ലെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐഗൻ വാല്യൂ 1 മാത്രമേ ഉള്ളൂ, കാരണം നമ്മുടെ റിയൽ വെക്റ്റർ സ്പേസിനകത്തിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ എടുക്കത്തില്ല ഐഗൻ വാല്യൂസ് ആയിട്ട്. ദെൻ 1 ഈസ് ഓൺലി ഐഗൻ വാല്യൂ ഓഫ് ടി, ഇറ്റ് ഹാസ് മൾട്ടിപ്ലിസിറ്റി 1. ആൻഡ് ഐഗൻ പെയർ നേരത്തെ പോലെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെ x minus 2 x minus of 2 plus 3i ഇൻറ്റു x minus of 2 minus 3i നിങ്ങൾ കണ്ടുപിടിക്കുക.
കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ എം എക്സ് എ പ്ലസ് ബീറ്റ എം ഫോമിൽ ഒരു ക്വാഡ്രാറ്റിക് ഫോം കിട്ടും. അതിനകത്ത് നമുക്ക് എക്സിൻ്റെ കോയിഫിഷ്യൻ്റായിട്ട് -4ഉം കോൺസ്റ്റൻ്റായിട്ട് 13ഉം കിട്ടും. അപ്പോൾ -4 13 ആണ് അവിടുത്തെ നമ്മുടെ ഐഗൻ പെയർ എന്ന് പറയുന്നത്. ആസ് യു ഷുഡ് ഹാവ് വെരിഫൈഡ് ഇൻ ദി ലാസ്റ്റ് ചാപ്റ്റർ, computing the sum of the eigen values minus the sum of the first coordinate of the eigen pairs we have. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. eigen values മൈനസ് സം ഓഫ് ദി ഫസ്റ്റ് കോർഡിനേറ്റ് ഓഫ് ദി eigen pairs ചെയ്യുമ്പോൾ നമുക്ക് 1 മൈനസ് ഓഫ് ആകെ ഒരു eigen pair ഉണ്ട് -4 13 ആണ്. 1 മൈനസ് ഓഫ് -4 എന്ന് കിട്ടും. നമുക്ക് ട്രേസ് ടി എന്ന് പറയുന്നത് 5 കിട്ടും. ഓക്കെ. The reason that the operators in the two previous examples have the same trace will become clear after we find a formula valid on both complex and real vector spaces. The reason that the operators in the two previous examples have the same trace. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പ് 2 എക്സാമ്പിൾസിനകത്തിലും 2 സെയിം ട്രേസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആഫ്റ്റർ വി ഫൈൻഡ് എ ഫോർമുല ഫോർ കമ്പ്യൂട്ടിംഗ് ട്രേസ് ഓഫ് ആൻ ഓപ്പറേറ്റർ ഫ്രം മിസ് മെട്രിക്സ്. ഇപ്പോൾ ഒരു മെട്രിക്സിനകത്ത് നിന്ന് അതിൻ്റെ ട്രേസ് കണ്ടുപിടിക്കുന്നുള്ളൊരു ഫോർമുല നമ്മളിനി പഠിക്കും. മോസ്റ്റ് ഓഫ് ദി റെസ്റ്റ് ഓഫ് ദി സെക്ഷൻ ഈസ് ഡിവോട്ടഡ് ടു ഡിസ്കവറിങ് ഹൗ ടു കാൽക്കുലേറ്റ് ദ ട്രേസ് ടി ഫ്രം ദ മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ആൻ ആർബിട്രറി ബേസിസ്. ലെറ്റ് us start with the easiest സിറ്റുവേഷൻ. അപ്പോൾ ഇതിനകത്തിൽ മെട്രിക്സിനകത്തുനിന്ന് എങ്ങനെയാണ് ട്രേസ് കണ്ടുപിടിക്കുക എന്നാണ് സെക്ഷനിൽ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ. സപ്പോസ് വി ഇസ് എ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആൻഡ് ടി ബിലോങ്സ് ടു LFE ആൻഡ് വി ചൂസ് എ ബേസിസ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ടി ഹാസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എ. വി എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണ്. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി ആണ്. ഒരു ബേസിസ് നമ്മൾ ചൂസ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ടിക്ക് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉള്ള രീതിയിൽ. അങ്ങനെ ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ദെൻ ദി ഐഗൻ വാല്യൂസ് ഓഫ് ടി ആർ പ്രിസൈസ്ലി ഡയഗണൽ എൻട്രീസ് ഓഫ് എ റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. 8.10 നമ്മൾ പഠിച്ചാണ് ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡയഗണലിലായിരിക്കും വരിക എന്ന്. ദസ് ട്രേസ് ഓഫ് ടി ഈക്വൽസ് സം ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ഓഫ് എ അല്ലേ ആണ്. ദ സെയിം ഫോർമുല വർക്ക്സ് ഫോർ ദി ഓപ്പറേറ്റർ ടി ബിലോങ്സ് ടു LF whose matrix is given by 10.8 and whose trace equals 5. Could such a simple formula be true in general? അപ്പോൾ ഇങ്ങനെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടുവാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ട്രൂ ആണ്. സം ഓഫ് ദി ഡയഗണൽ എൻട്രീസും സം ഓഫ് ഐഗൻ വാല്യൂസും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ജനറലി ട്രൂ ആണോ, അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ഇത് ട്രൂ ആണോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. വി ബിഗിൻ അവർ ഇൻവെസ്റ്റിഗേഷൻ ബൈ കൺസിഡറിങ് ടി ബിലോങ്സ് ടു LFE വെർ വി ഈസ് എ റിയൽ വെക്ടർ സ്പേസ്. അപ്പോൾ ഒരു റിയൽ വെക്ടർ സ്പേസ് എടുക്കുക. ചൂസ് എ ബേസിസ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വിച്ച് ടി ഹാസ് എ ബ്ലോക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എം ഓഫ് ടി. അപ്പോൾ നമ്മുടെ മെട്രിക്സ് ഓഫ് ടി ഇവിടെ ബ്ലോക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അങ്ങനെയുള്ളൊരു ബേസിസ് ചൂസ് ചെയ്യുന്നു. വേർ ഈച്ച് ബ്ലോക്ക് ഓൺ ദ ഡയഗണൽ ഈസ് എ 1/1 matrix containing an eigenvalue of t or a 2/2 block with no eigenvalues. Each entry in a 1/1 block on the diagonal of m of t is an eigenvalue of t and thus makes a contribution to trace t. അപ്പോൾ ബ്ലോക്ക് ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗണലിൽ ബ്ലോക്ക് മെട്രിക്സുകളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സുകൾ ആണ് വരുന്നത്. അതിനകത്തിൽ സിംഗിളായിട്ട് വരുന്ന 1/1 മെട്രിക്സ് ഡയഗണൽ വരികയാണെങ്കിൽ ആ 1/1 മെട്രിക്സ് തന്നെ അതിലുള്ള ഒറ്റ എൻട്രി ഉള്ളൂ, അത് ഐഗൻ വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ 2/2 മെട്രിക്സ് ആയിട്ടുള്ള ബ്ലോക്കുകളാണ് ഡയഗണൽ വരുന്നതെങ്കിൽ അതിൽ ഐഗൻ വാല്യൂ ഒന്നുമില്ല. ഓക്കെ, ഈച്ച് എൻട്രി ഇൻ എ 1/1 ബ്ലോക്ക് ഓൺ ദി ഡയഗണൽ ഓഫ് എം ഓഫ് ടി ഈസ് ആൻ ഐഗൻ വാല്യൂ ഓഫ് ടി ആൻഡ് ദസ് മേക്സ് എ കോൺട്രിബ്യൂഷൻ ടു ട്രേസ് ടി. ഇഫ് എം ഓഫ് ടി ഹാസ് എ 2/2 ബ്ലോക്ക് ഡയഗണൽ കൺസിഡർ ദി ടിപ്പിക്കൽ വൺ. അപ്പോൾ നമുക്ക് ഒരു മറ്റൊരു 2/2 ബ്ലോക്കായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക ഡയഗണലിൽ. ബ്ലോക്ക് ഡയഗണൽ വരുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ദിസ് 2/2 മെട്രിക്സ്. ഇതിൻ്റെ ഈ 2/2 മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നോക്കാം. x - a into x - d - bc which equals കണ്ടല്ലോ. thus -a - d, ad - bc is an eigen pair ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഐഗൻ പെയർ ആണ്. ദി നെഗറ്റീവ് ഓഫ് ദി ഫസ്റ്റ് കോർഡിനേറ്റ് ഓഫ് ദിസ് ഐഗൻ പെയർ. ഇത് ഫസ്റ്റ് കോർഡിനേറ്റിൻ്റെ നെഗറ്റീവ് എടുക്കുന്നു a+d. അത് നമ്മുടെ മറ്റേ ഐഗൻ വാല്യൂൻ്റെ കൂടെ ആഡ് ചെയ്യും നമ്മൾ. അങ്ങനെയാണ് നമ്മൾ റിയൽ വെക്ടർ സ്പേസിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. നോട്ട് ദാറ്റ് a+d is the sum of the entries in the diagonal of this block. അപ്പോൾ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലായി, a+d തന്നെയല്ലേ ഇതിൻ്റെ ഡയഗണലിൽ വന്നിരിക്കുന്ന ആ ഒരു എൻട്രീസ് എയും ഡിയും ആണല്ലോ. Thus for any base of v with respect to which the matrix of T has the block upper triangular
form required by 9.4 and 9.9 trace t equals the sum of the entries on the diagonal. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ ആയാലും ബ്ലോക്ക് അപ്പർ ട്രയാങ്കുലർ ആയാലും നമ്മൾ ഡയഗണലിൽ വരുന്ന എല്ലാം കൂടെ സം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ട്രേസ് ആയിരിക്കും, സം ഓഫ് ദി ഐഗൻ വാല്യൂസ് ആയിരിക്കും, ട്രേസ് ആയിരിക്കും. At this point, as you should suspect that trace t equals the sum of the diagonal entries of the matrix of T with respect to an arbitrary basis. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്, trace t equals sum of the diagonal entries of the matrix of T with respect to an arbitrary basis. Remarkably, which this turns out to be true. Prove it. Let us define the trace of a square matrix A denoted trace A to be the sum of the diagonal entries. അപ്പോൾ trace എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sum of the diagonal entries ആണ്. With this notation, we want to prove that trace t is equal to m of t with respect to vn, etc. vn ആണ്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത് ട്രേസ് ഓഫ് ടി എന്ന് പറയുന്നത് ട്രേസ് ഓഫ് മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു വി എൻ കോമ എക്സെട്ര വി എൻ എന്നാണെന്ന് നമ്മൾ കാണിക്കുന്നു. വേറെ വി എൻ കോമ എക്സെട്ര വി എൻ ഇസ് ആൻ ആർബിട്രറി ബേസിസ് ഓഫ് വി ഓൾറെഡി നോ ദിസ് ഈസ് ട്രൂ ഇഫ് വി എൻ കോമ എക്സെട്ര വി എൻ ഇസ് എ ബേസിസ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ടി ഹാസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഇഫ് വി ഈസ് കോംപ്ലെക്സ് ഓർ ആൻ അപ്രോപ്രിയേറ്റ് ബ്ലോക്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് വി ഈസ് റിയൽ. We will need the following proposition to prove our trace formula for an arbitrary basis. അടുത്ത ഒരു ഫോർമുല കൂടി നമുക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ട്രേസ് ഓഫ് an operator is equal to trace of a matrix with respect to an arbitrary basis എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊപ്പോസിഷൻ 10.9 കൂടി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്.